മഹാഭാരതയുദ്ധത്തിന്റെ 13-ാം ദിവസം കൗരവ സൈന്യാധിപനായ ദ്രോണാചാര്യൻ പാണ്ഡവരെ തോൽപ്പിക്കാൻ ചക്രവ്യൂഹം എന്നൊരു പ്രത്യേക സൈനിക വിന്യാസമൊരുക്കി. യുദ്ധത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കാരണം ഈ വ്യൂഹത്തിൽ പ്രവേശിച്ചാൽ പുറത്തുകടക്കുന്നത് വളരെ പ്രയാസമായിരുന്നു. ഈ സമയം അർജുനൻ ത്രികർത്തന്മാരുമായി ദൂരെ ഒരു സ്ഥലത്ത് യുദ്ധം ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് ചക്രവ്യൂഹത്തെ ഭേദിക്കാൻ പാണ്ഡവപക്ഷത്ത് അർജുനപുത്രനായ അഭിമന്യു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറുപ്പത്തിൽ തന്നെ ഈ വ്യൂഹത്തിന്റെ ഉള്ളിൽ കടക്കാനുള്ള വിദ്യ അഭിമന്യുവിനറിയാമായിരുന്നു. പക്ഷെ പുറത്തുവരുന്നതിനുള്ള വിദ്യ അവൻ പഠിച്ചിരുന്നില്ല. അഭിമന്യുവിന്റെ പോരാട്ടം. അഭിമന്യു ധീരമായി ചക്രവ്യൂഹത്തിലേക്ക് കടന്നു. അവനെ സഹായിക്കാൻ ധർമ്മപുത്രൻ, ഭീമസേനൻ, സാത്യകി തുടങ്ങിയ പാണ്ഡവയോദ്ധാക്കളും അവനോടൊപ്പം വ്യൂഹത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചു. എന്നാൽ സിന്ധുരാജാവായ ജയദ്രഥൻ തടസ്സമുണ്ടാക്കി. മുൻപ് ഒരിക്കൽ ശിവനിൽ നിന്നും ഒരു വരം നേടിയ ജയദ്രഥൻ അർജുനനല്ലാത്ത ആരെയും ഒരു ദിവസത്തേക്ക് തടഞ്ഞു നിർത്താൻ തനിക്ക് കഴിയുമെന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് ജയദ്രഥൻ അവരെ തടഞ്ഞു നിർത്തി. അഭിമന്യു വ്യൂഹത്തിനുള്ളിൽ ഒറ്റപ്പെട്ടുപോയി. എന്നാൽ ധീരനായ ആ വീരൻ തന്റെ തേരും ആയുധങ്ങളുമെല്ലാം ഉപയോഗിച്ച് കൗരവസേനയെ നേരിട്ടു. ദുര്യോധനപുത്രനായ ലക്ഷ്മണൻ, അശ്വത്ഥാമാവ്, കർണൻ, ദുര്യോധനൻ, ശകുനി, കൃപാചാര്യർ തുടങ്ങിയ പ്രമുഖരെല്ലാം അഭിമന്യുവിനെ വളഞ്ഞു. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അഭിമന്യു ലക്ഷ്മണനെ വധിച്ചു. ഇത് കണ്ട കൗരവപക്ഷത്തെ 6 മഹാരഥന്മാർ കർണൻ, ദ്രോണർ, അശ്വത്ഥാമാവ്, ദുശ്ശാസനൻ, കൃപാചാര്യർ, ശകുനി നിയമങ്ങൾ ലംഘിച്ച് ഒന്നിച്ച് അഭിമന്യുവിനെ ആക്രമിക്കാൻ തുടങ്ങി. കർണൻ പിന്നിൽ നിന്നും അഭിമന്യുവിന്റെ വില്ല് മുറിച്ചു. പിന്നീട് എല്ലാവരും ചേർന്ന് അവന്റെ തേരും കുതിരകളെയും നശിപ്പിച്ചു. അവസാനം അഭിമന്യുവിന്റെ കയ്യിലുണ്ടായിരുന്ന വാൾ ദുശ്ശാസനപുത്രനായ ദുർമർഷണൻ തകർത്തു. നിരായുധനായി മാറിയ അഭിമന്യുവിനെ എല്ലാവരും ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തി. അർജുനന്റെ ശപഥം. അഭിമന്യുവിന്റെ മരണവിവരം അർജുനനെ തളർത്തിക്കളഞ്ഞു. ഈ ദുരന്തത്തിന് കാരണക്കാരൻ ജയദ്രഥനാണെന്ന് മനസ്സിലാക്കിയ അർജുനൻ അടുത്ത ദിവസം സൂര്യാസ്തമയത്തിനു മുൻപ് ജയദ്രഥനെ വധിക്കുമെന്ന് കഠിനമായ ശപഥം ചെയ്തു. താൻ ആ ശപഥം നിറവേറ്റിയില്ലെങ്കിൽ അഗ്നിയിൽ ചാടി മരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഈ ശപഥം മഹാഭാരതയുദ്ധത്തിലെ 14-ാം ദിവസത്തെ നിർണായക സംഭവങ്ങളിലേക്ക് നയിച്ചു. അഭിമന്യുവിന്റെ മരണം ധർമ്മവിരുദ്ധമായ ഒരു പ്രവൃത്തിയായി കണക്കാക്കപ്പെടുന്നു. ഇത് കൗരവരുടെ അധർമ്മത്തിന്റെ തെളിവായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു.